OnePlusന്റെ OnePlus N100 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. OnePlus സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ് ലോഞ്ച് ചെയ്യാറ്. എന്നാൽ കുറച്ച് മുമ്പ് അപ്പർ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന OnePlus Nord എന്നുള്ള പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന OnePlus N10 5G എന്ന ഫോണും അതുപോലെ തന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന OnePlus N100 എന്ന ഫോണും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlus N10 5G എന്ന ഫോണിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus N100 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. OnePlus സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ് ലോഞ്ച് ചെയ്യാറ്. പക്ഷേ ഇപ്പം അവരതൊക്കെ മാറ്റിയിട്ട് മിഡ് റേഞ്ച് സെഗ്മെന്റിലോട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിലോട്ടൊക്കെ വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ബഡ്ജറ്റ് സെഗ്മെന്റിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഫോണാണ് OnePlus N100 എന്ന ഫോണ്. സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് ഏകദേശം 8.49 mm ആണ്. പിന്നെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സറൊന്നുമല്ല, ഇത് 4G സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സറാണ്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ Adreno 610 എന്നുള്ള GPU ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 4GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 64GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ OnePlusൻ്റെ ഫോണുകളിൽ കാണാത്തൊരു കാര്യമാണ് മെമ്മറി കാർഡ് സ്ലോട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ OnePlusൻ്റെ ഫോണുകളിൽ കാണാത്ത മറ്റൊരു കാര്യമാണ് 3.5mm ഓഡിയോ ജാക്ക്. പക്ഷേ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. OnePlusൻ്റെ ഫോണുകളിൽ സാധാരണ കാണാത്ത മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 17,300 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം ഇത്രയും കൂടിയ പ്രൈസ് റേഞ്ചിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിൽ 10,000 രൂപയ്ക്ക് താഴെ വരാനാണ് സാധ്യത. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.